അങ്ങനെ 2023 വിട പറഞ്ഞുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ പുതിയ വർഷമാണ്, അതുപോലെ തന്നെ പുതിയ മാസമാണ്. അപ്പോൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങൾ വരാൻ പോകുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്മോൾ സേവിംഗ് സ്കീമുകളുടെ പലിശ നിരക്കാണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ആണ് ഓരോ 3 മാസം കൂടുമ്പോഴും ചെറു നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന പാദം, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പാദത്തിലെ പലിശ നിരക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. സുകന്യ സമൃദ്ധി യോജന സ്കീമിൻ്റെ പലിശ നിരക്ക് 8 ആയിരുന്നു, അത് 8.20% ആയിട്ട് മാറി. അതുപോലെ തന്നെ 3 വർഷ കാലാവധിയുള്ള പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് 7 നിന്നും 7.10% ആക്കി ഉയർത്തി. അപ്പോൾ ഈ 2 സ്കീമുകളുടെ പലിശ നിരക്കിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത്. ബാക്കി PPF ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ആയിക്കോട്ടെ, ഇനി പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ട് ആയിക്കോട്ടെ, അങ്ങനെ യാതൊരുവിധ സ്കീമിൻ്റെ പലിശ നിരക്കിലും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഈ വർഷം വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ കാറുകളുടെ വിലയാണ്. കാറുകളുടെ വില ഉയരും. കഴിഞ്ഞ വർഷം തന്നെ മിക്ക കാർ കമ്പനികളും ഈ വർഷം അവരുടെ കാറുകളുടെയൊക്കെ വില ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സോ കാറുകളുടെ പ്രൈസിൽ ഏകദേശം ഒരു 3 മുതൽ 4% വരെ വില വർധനവ് നമുക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാം. പിന്നെ വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള UPI ID റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ UPI ഒക്കെ സെറ്റ് ചെയ്തിട്ട് 1 വർഷത്തിൽ കൂടുതലായിട്ട് UPI വഴി ട്രാൻസാക്ഷൻ ഒന്നും നടത്തിയിട്ടില്ല, അതായത് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UPI ID അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള UPI നമ്പർ ഇപ്പോൾ നിലവിൽ ഇനാക്റ്റീവ് ആയിട്ടുണ്ടാകും. ഡിസംബർ 31-നകം, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 31-ന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള UPI ID UPI നമ്പറുകളും കണ്ടെത്തി അത് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന് NPCI എല്ലാ ബാങ്കുകൾക്കും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. സോ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ UPI ID ഇപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുണ്ടാകും. ഇനാക്റ്റീവ് ആയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു UPI ID അല്ലെങ്കിൽ UPI നമ്പർ തുടർന്ന് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതിയാകും. അല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ അത് കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ വരുന്നില്ല. മറ്റൊരു അപ്ഡേറ്റ് സിം കാർഡ് പർച്ചേസുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് സിം എടുക്കണമെങ്കിൽ എല്ലാം ഡിജിറ്റൽ പ്രോസസ്സാണ്. ജസ്റ്റ് ആധാർ മാത്രം മതി, എല്ലാം കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. എന്നാൽ ഇന്ത്യയുടെ മറ്റു പല മേഖലകളിലും ഇപ്പോഴും നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ KYC ഡോക്യുമെൻ്റൊക്കെ ഫില്ല് ചെയ്ത് പേപ്പർ ഫോമിൽ സിം എടുക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോഴും തുടർന്നും ഉണ്ടായിരുന്നു. അതിപ്പോൾ നിലവിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ സിം കാർഡ് പർച്ചേസിൻ്റെ എല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഉപയോഗിച്ച് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് സിം പർച്ചേസ് ചെയ്യാം. പഴയ രീതിയിൽ ആ ഒരു പേപ്പർ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് സിം എടുക്കുന്ന ഒരു രീതി ഈ ഡിസംബർ 31 കൊണ്ട് എല്ലായിടത്തും സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ. പിന്നെ ഈ വർഷം വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ഫോം ലഭിക്കുമല്ലോ, അതായത് CIS കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ്. അതിനകത്തായിരിക്കും ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പലപ്പോഴും. നമുക്കത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി എടുക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ IRDAIയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഈ വർഷം മുതൽ ആ ഒരു കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് കൂടുതൽ സിംപ്ലിഫൈഡ് ആക്കണമെന്നാണ്. അതായത് ഒരു യൂസർക്ക് അത് വായിച്ച് മനസ്സിലാക്കി ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന രീതിയിൽ അത് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. സോ ഈ വർഷം മുതൽ എല്ലാ പോളിസിയിലും ലഭിക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് കൂടുതൽ സിംപ്ലിഫൈഡ് ആയിരിക്കും. ഒരു സാധാരണ ഒരു യൂസർക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ ലളിതമാക്കിയായിരിക്കും ഈ ഒരു കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് നമുക്ക് ലഭിക്കുക. മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ആധാർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ആധാർ എടുത്തിട്ട് 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്, അതിനിടയിൽ നമ്മൾ യാതൊരുവിധ ചേഞ്ചും വരുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ആധാർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പലതവണ അതിൻ്റെ ഡേറ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരുന്നു. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അക്ഷയ പോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് പൈസ കൊടുത്ത് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മൈ ആധാർ പോർട്ടൽ വഴി നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം. നോർമലി മൈ ആധാർ പോർട്ടൽ വഴി നമ്മൾ സെൽഫായിട്ട് ചെയ്താലും ഏകദേശം 50 രൂപ എന്ന ഫീസ് ഉണ്ട്. പക്ഷേ അത് കുറേ നാളുകളായിട്ട് അത് സൗജന്യമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അത് വീണ്ടും ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മാർച്ച് 14 വരെ നമുക്ക് സ്വന്തമായിട്ട് മൈ ആധാർ പോർട്ടൽ വഴി ആധാർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് ഒന്നും നൽകേണ്ട, നമുക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായി കഴിയും. പിന്നെ വന്ന അപ്ഡേറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലും അതുപോലെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലും നമ്മൾ നോമിനിയെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നോമിനിയെ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അതിനുള്ള അവസാന തീയതി പലതവണ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയിരുന്നു. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2024 ജൂൺ 30-ന് മുമ്പായിട്ട് ഈ ഒരു നോമിനേഷൻ ഒന്നെങ്കിൽ ആഡ് ചെയ്യണം, നോമിനിയെ ഒന്നെങ്കിൽ ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നോമിനി ഓപ്ഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആണെങ്കിൽ അതിൻ്റെ ഡെബിറ്റ് ട്രാൻസാക്ഷൻ ഫ്രീസ് ചെയ്യും നമ്മൾ ആ ഒരു നോമിനി ഓപ്ഷൻ ആഡ് ചെയ്യുന്നത് വരെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന മറ്റൊരു അപ്ഡേറ്റ്, ഈ വർഷം UPI വഴി നമുക്ക് ഓഹരി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വരുന്നുണ്ട്. നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്താണ് നമ്മൾ സ്റ്റോക്കുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്തിടുന്നു, അപ്പോൾ ബ്രോക്കർ ആ ഒരു ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള കുറേ അധികം വാർത്തകളൊക്കെ വന്നിരുന്നു. സോ ഇത് ഒഴിവാക്കാനായിട്ട് കസ്റ്റമറിന് നേരിട്ട് ഈ ഒരു ഓഹരി
പർച്ചേസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വരുന്നു. UPI-യുമായി ലിങ്ക് ചെയ്താണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ IPO ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ IPO ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടും, അതായത് ബ്ലോക്ക് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് IPO കിട്ടിയാൽ മാത്രമായിരിക്കും ആ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായി പോകുന്നത്. നമുക്ക് IPO കിട്ടിയില്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചെയ്ത ഫണ്ട് അൺബ്ലോക്കായി കിട്ടും. അപ്പോൾ UPI-യുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ രീതിയിൽ ഓഹരി പർച്ചേസ് ചെയ്യാനുള്ള ഒരു പുതിയ സംവിധാനം വരുന്നത്. നമുക്കൊരു ഫണ്ട് അപ് ടു 5 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു പർപ്പസിനായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് ഓഹരി ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഓഹരി പർച്ചേസ് ചെയ്ത് അത് സെറ്റിലായി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ബ്ലോക്ക് ചെയ്ത ഫണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ UPI വഴി ഡയറക്റ്റായിട്ട് കൂടുതൽ എളുപ്പത്തിൽ ഓഹരി പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വരുന്നുണ്ട്. നിലവിൽ അതിൻ്റെ ട്രയൽ റൺ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കുറച്ച് ആളുകൾക്കായിരിക്കും ലഭിക്കുന്നത്, വൈകാതെ അത് എല്ലാവരിലേക്കും എത്തിച്ചേരും. ആദ്യഘട്ടത്തിൽ ഗ്രോ ആപ്പ്, അതുപോലെ തന്നെ SPay നെക്സ്റ്റ് എന്ന് പറയുന്ന ആപ്പ്, പിന്നെ ഭീം ആപ്പ്, പിന്നെ HDFC ICICI ബാങ്കിൻ്റെ ആപ്പുകളിലായിരിക്കും ഈ ഒരു ഫീച്ചർ വരുന്നത്. അതിനുശേഷം മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്കും വരും. പിന്നെ വരുന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓഹരിയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഇൻഷുറൻസ് എടുത്ത ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരെയാണ് നോമിനിയായിട്ട് വെച്ചത് ആ ഒരു വ്യക്തിക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഓഹരിയുടെ കാര്യത്തിലും ആ ഒരു ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ ആരാണോ നോമിനിക്കായിരിക്കും ആ ഒരു ഓഹരി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലാണെങ്കിലും നോമിനി ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ടൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഓഹരി വാങ്ങിയ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ആളുടെ പാനും ആധാരമൊക്കെ നൽകി ഡെത്ത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണ് നോമിനിയായിട്ട് വെച്ചത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഓഹരി എളുപ്പത്തിൽ തന്നെ കൈമാറ്റം ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ളൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. പിന്നെ വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലോൺ ഉള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി മുതൽ ഇപ്പോൾ പലിശ കൂടുവാൻ നേരത്ത് EMI ഒക്കെ കൂടുമായിരുന്നു. അത് പലപ്പോഴും ബാങ്ക് നമ്മുടെ അടുത്ത് ചോദിച്ചില്ല EMI ഒക്കെ കൂടുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ EMI തുകയൊക്കെ കൂടും. അപ്പോൾ ഇനി അത് നടക്കില്ല. ഇനി മുതൽ ഇങ്ങനെ പലിശ കൂടുവാൻ നേരത്ത് EMI തുക കൂട്ടണം എന്നുണ്ടെങ്കിൽ വായ്പ എടുത്ത ആളോട് അനുമതി ബാങ്ക് വാങ്ങണം. അനുവാദം വാങ്ങിയിട്ട് മാത്രമേ അത് കൂട്ടാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വായ്പ എടുത്ത ആളിന് തീരുമാനിക്കാം, ഒന്നെങ്കിൽ അവർക്ക് EMI തുക കൂട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചടവ് കാലാവധി കൂട്ടാം. അത് ഒരു വായ്പ എടുത്ത ആൾക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അല്ലാതെ ഇനി പലിശ നിരക്ക് കൂട്ടുവാൻ നേരത്ത് ബാങ്കുകൾക്ക് തോന്നിയ പോലെ കസ്റ്റമറിൽ നിന്ന് പലിശ ഈടാക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊരു അപ്ഡേറ്റ് വന്നത് ഇനി പിഴ പലിശക്ക് പകരം പിഴ തുകയായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ പിഴ പലിശ ബാങ്കുകളും അതുപോലെ തന്നെ NBFCകളും ഈടാക്കിയിരുന്നു. പിഴ പലിശ ഈടാക്കിയിട്ട് അതിന് പുറത്ത് വീണ്ടും കൂട്ടുപലിശ ഈടാക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ആയിരുന്നു. അപ്പോൾ വായ്പ എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ബാധ്യതയായിട്ട് മാറും. ആ ഒരു രീതി ഇനി നടക്കില്ല. RBIയുടെ നിർദ്ദേശം അനുസരിച്ച് പിഴ പലിശ ഈടാക്കാനായിട്ട് പാടില്ല. അതിന് പകരം പിഴ തുകയായിരിക്കും ഈടാക്കുന്നത്. ഈ പിഴ തുകക്ക് പുറത്ത് വീണ്ടും പലിശ ഈടാക്കുന്ന രീതി, അല്ലെങ്കിൽ ഈ ഒരു പിഴ തുക എടുത്ത് പലിശയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്ന രീതി, അതൊന്നും നടക്കില്ല. പിഴ തുക ഈടാക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് ഈ ജനുവരി 1 മുതൽ നടപ്പിലാക്കാനായിരുന്നു ബാങ്കുകളോട് RBI നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ബാങ്കുകൾക്ക് നടപ്പിലാക്കാനായിട്ട് കുറച്ച് ടൈം കൂടി ആവശ്യമായിട്ട് വേണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഇനി ഇംപ്ലിമെൻ്റ് ആയി വരുന്നത് ഏപ്രിൽ 1 മുതലായിരിക്കും. ഏപ്രിൽ 1 മുതൽ ലോണുകൾ എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു രീതിയിലുള്ളൊരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ആയി കിട്ടുന്നത്. അതുപോലെ തന്നെ നിലവിൽ ലോൺ ഉള്ളവരാണെങ്കിൽ ഏപ്രിൽ 1-നും അതുപോലെ തന്നെ ജൂൺ 30-നും ഇടയിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് അവരുടെ ലോൺ മാറുന്നതായിരിക്കും. പിന്നെ വരുന്ന കുറച്ച് അപ്ഡേറ്റ് UPI-യുമായി ബന്ധപ്പെട്ടുള്ളതാണ്. UPI-യുടെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, പിന്നെയുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് 1 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. മറ്റൊരു അപ്ഡേറ്റ് ഇൻ്റർചേഞ്ച് ഫീ ആണ്. നമ്മൾ പ്രീപെയ്ഡ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ വാലറ്റൊക്കെ ഉപയോഗിച്ച് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1.1% ഇൻ്റർചേഞ്ച് ഫീസ് ഈടാക്കും. അത് മർച്ചൻ്റാണ് നൽകുന്നത്, നമ്മൾ കസ്റ്റമർ അല്ല. മർച്ചൻ്റ് ആ ഒരു ഇൻ്റർചേഞ്ച് ഫീ നൽകേണ്ടതായിട്ടുണ്ട്, 1.1%. പിന്നെ UPI വഴിയുള്ള തട്ടിപ്പുകൾ തടയാനായിട്ട് ഒരു 4 മണിക്കൂർ ടൈം ഡിലേ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ UPI ഒക്കെ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്നവരില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ മാറുവാൻ നേരത്ത് വീണ്ടും റീസെറ്റ് ചെയ്ത് നമ്മൾ UPI-യിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാൻ നേരത്ത് നമ്മൾ മുൻപ് ട്രാൻസാക്ഷൻ നടത്താത്ത ഒരു ആളുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് 2000 രൂപയിൽ കൂടുതലാണെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അയക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ടൈം ഡിലേ കൊണ്ടുവരാനായിട്ട് പ്ലാനുണ്ട്. അത് ഈ വർഷം നടപ്പിലാകും. പിന്നെ വരുന്നൊരു സിസ്റ്റമാണ് UPI ATM എന്ന് പറയുന്നത്. അത് ചില സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിന് വെളിയിൽ. അതായത് ഒരു വെൻഡിങ് മെഷീൻ, അതിൻ്റെ അത് QR കോഡ് ഉണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പണം കളക്ട് ചെയ്യാം.
ഇപ്പോൾ നിലവിലുള്ള പല ബാങ്കുകളുടെ ATM-ലും ഈ ഒരു ഫീച്ചർ ഉണ്ട്. അതിന് പുറമെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള UPI ATM മെഷീനുകൾ വൈഡായിട്ട് ഈ ഒരു വർഷം നമുക്ക് എല്ലായിടത്തും പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വരുന്നൊരു ഫീച്ചറാണ് UPIയുടെ ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ. ഒരു ടാപ്പ് ആൻഡ് പേ സപ്പോർട്ടഡ് ആയിട്ടുള്ള UPI QR കോഡ് ഉണ്ടാകും. ആ ഒരു QR കോഡിൽ നമ്മുടെ ഡിവൈസ് ടാപ്പ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു QR കോഡ്, ടാപ്പ് ആൻഡ് പേ ഉള്ള QR കോഡ് ഈ ഒരു വർഷം എല്ലായിടത്തും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി